നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷൻ ശേഷം നടന്നിരിക്കുന്ന നിയമസഭാ ഇലക്ഷനുകളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുതപൂർവമായിട്ടുള്ള ഒരു വിജയമാണ് BJP കൈവരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഞാൻ BJPയുടെ അതായത് BJP ചായ്വുള്ള ഒരുതരം യുവതലമുറയുമായി സ്ഥിരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കയിൽ. കാരണം ഗുജറാത്തിൽ നിന്ന് പഠിക്കാവുന്ന കുട്ടികളുമായി എനിക്ക് ഇവിടെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു പയ്യൻ പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ഞെട്ടിച്ചു കളഞ്ഞു. അവൻ പറയുകയാണ്, 400 പാർ, അതായത് 2024 ലോക്സഭ ഇലക്ഷൻ സമയത്ത് BJPയുടെ ഏറ്റവും വലിയ അവകാശവാദമായിരുന്നു 400 കടക്കുമെന്നുള്ളത്. അത് സംഭവിച്ചില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അങ്ങനെ നായിഡുവും പിന്നെ നിതീഷ് കുമാറും മറ്റവരുടെ കൂടെ സഹായത്തെ ഭരിക്കുന്നത് അവൻ കൊച്ചുപയ്യൻ 25 വയസ്സുള്ള അവൻ പറയുകയാണ്, ചേട്ടാ അന്ന് 400 കിട്ടിയിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ BJP ഇന്ന് ഈ കഴിഞ്ഞ ഹിമാചൽ പ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര, പിന്നെ അതിനുശേഷം ഹരിയാന, ഇത്രയും സംസ്ഥാനങ്ങൾ തൂത്തുവാരില്ലായിരുന്നു. കാരണം ഈ പറയുന്ന BJP അവരുടെ തോൽവിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഏകദേശം 10ഓളം സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന ഇലക്ഷന് ശേഷം, ഒരു നമ്പർ മാറിപ്പോകാം, തൂത്തുവാരി. അത്രയും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് അവരുടെ ഭാഗത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത്, ഇത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പെയ്ഡ് നിരീക്ഷകന്മാരൊന്നും പറഞ്ഞു തരില്ല ഇന്ത്യ ഏത് വശത്തേക്കാണ് മാറുക. 400 തന്നില്ലെങ്കിലും സാരമില്ല, അടുത്ത 2029 584 മറ്റുമാണ് ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. 500 BJP കൈക്കലാക്കുന്ന ലെവലിലേക്കാണ് പോകുന്നത്. അത് ഈ പറയുന്ന വോട്ട് ചോരി കൊണ്ടൊന്നുമല്ല, ജനങ്ങളുടെ വിശ്വാസം കൊണ്ട് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇന്നൊരു ശരാശരി ഒരു നോർത്ത് ഇന്ത്യൻ്റെ, ഞാൻ വേറെ സുഹൃത്തുണ്ട്, അദ്ദേഹം നോർത്ത് ഇന്ത്യ, അദ്ദേഹം പറയുകയാണ്, ഇന്ന് ഈ പറയുന്ന തൃണമൂലിനെ പുറത്താക്കിക്കൊണ്ട് ബംഗാൾ വിജയത്തിന് ശേഷം ഉത്തരേന്ത്യ മുഴുവൻ ഒരു ഫീലിംഗ് വന്നിരിക്കുകയാണ്. അതായത് ഒരു സുരക്ഷാബോധം. അദ്ദേഹം പറയുകയാണ്, ഇന്ത്യ സാഫ് ഹോഗയാണ്. അതായത് ഏറ്റവും അവസാന പിടിവള്ളിയായിട്ടുള്ള മമതയുടെ കോട്ടയായിട്ടുള്ള ബംഗാൾ പിടിച്ചടക്കിയതോടെ ഇനി ഇന്ത്യ സാഫ് ആയിരിക്കുകയാണ്, ഇന്ത്യ ക്ലീൻ ആയിരിക്കുകയാണ്. അതിൻ്റെ ഓരോ ബെനിഫിറ്റും ഓരോ മലയാളികൾക്കും കിട്ടും. ആ സുഹൃത്ത് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുക, സൂറത്തിലെ 75% ന്യൂനപക്ഷങ്ങൾ ഉള്ള ഏരിയയിൽ നിന്ന് പോലും BJP MLA ആണ്. 75% ന്യൂനപക്ഷങ്ങൾ. ഒരു 10-15 ന്യൂനപക്ഷത്തെ വേണമെങ്കിൽ നമുക്ക് വിലയ്ക്ക് കാശ് കൊടുത്ത് വാങ്ങാം. എങ്ങനെയാണ് 75% ന്യൂനപക്ഷങ്ങൾ ഇരിക്കുന്ന മണ്ഡലങ്ങൾ പോലും BJP ജയിക്കുന്നത്? ഇന്ന് നമ്മുടെ കോൺഗ്രസ്സുകാരും പല പെയ്ഡായിട്ടുള്ള പല ആക്ടിവിസ്റ്റുകളും പെയ്ഡായിട്ടുള്ള പല യൂട്യൂബേഴ്സും വിളിച്ചു പറയുകയാണ്, BJP ഇന്ത്യ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ കാലി എന്ന് പറയുന്ന പഴയ ദുരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. എന്ത് ബുദ്ധിമുട്ടാണ് BJP ഭരിക്കുന്ന സംസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. ചില സംസ്ഥാനം ചില പാസ്റ്റർമാർക്കും ചില അച്ഛന്മാർക്കും അടി കിട്ടുന്നുണ്ടില്ല ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ അവരെ കയ്യിരിപ്പുണ്ടായിരിക്കാം ഒരു പക്ഷേ. കാരണം ഇതൊരു പല നാനാ വ്യവസ്ഥ, ജാതി ഉള്ള പല ഭാഷ, പല സംസ്കാരം, പല ജാതികളുമുള്ള സംസ്ഥാനമാണ്, പല രാജ്യമാണ് ഇന്ത്യ. ഓരോ 250 മൈലും സ്വന്തം പല ഭാഷയും സംസ്കാരമാണ്. ജനങ്ങളെ ചിന്താഗതി വെവ്വേറെ ആയിരിക്കാം, എന്താ പ്രശ്നം ഉണ്ടായിരിക്കാം. അതിനെല്ലാം കാരണക്കാർ ഇവരാണോ? ഞാൻ BJP ഇവിടെ വന്നിരിക്കുന്നത് അനുബോധിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഉയർത്തിക്കാട്ടാനല്ല. സോഷ്യൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ മനസ്സിലാക്കണം. 400 പാർ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 99 സീറ്റ് വാങ്ങിച്ചുകൊണ്ട് മറ്റേ കക്ഷികൾ BJPയെ കഴിഞ്ഞൊരു അവർ തെറ്റെന്ന് പഠിക്കുകയാണ്. എവിടേക്കാണ് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഇന്ത്യയിൽ സുസ്ഥിരമായിട്ടുള്ള പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രതിപക്ഷം ഉണ്ടായാൽ മാത്രമാണ് യഥാർത്ഥ രീതിയിലുള്ള ജനാധിപത്യം മുന്നോട്ട് പോവുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ പറയുന്ന പ്രതിപക്ഷമില്ല. അതിന് കാരണക്കാരൻ BJP അല്ല. കാരണം BJP അവരുടെ ഓരോ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങും ഒരു വിട പോലും തെറ്റാതെ വ്യക്തമായി കാര്യകർത്താക്കളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവരെന്താണ്, ഈ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത്? പ്രതിപക്ഷത്തിൽ ഒന്നും പറയാനില്ല. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ പദവി എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യ സാഫായിക്കൊണ്ടിരിക്കുക. അടുത്ത 5 വർഷം 2029 ലോക്സഭ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇന്ത്യ വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയായിട്ടുള്ള ബാസ്റ്റനായിട്ടുള്ള അവരുടെ പോയിരിക്കുന്നു. ഇനി പഞ്ചാബ് ആയിരിക്കാം ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ BJP കൈയടക്കാൻ പോകുന്നു. കാരണം രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമാണ് BJP ഭരിക്കേണ്ടതുണ്ട് പഞ്ചാബ്. കാരണം ബോർഡറാണ്, ഡ്രഗ്സ് വരുന്നു, പലതരത്തിലുള്ള പലതരത്തിലുള്ള പല വിദേശ ബന്ധങ്ങളിൽ നിന്ന് ഫണ്ടുകൾ വാങ്ങിച്ചുകൊണ്ട് പലതരത്തിലുള്ള കൺവേർഷൻസ് നടക്കും. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് പോലും പറയുകയാണ്, പലതരത്തിലുള്ള ഇലീഗൽ കൺവേർഷൻസ് പഞ്ചാബ് പോലുള്ള പ്രദേശങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും ഇന്ത്യ എന്നുള്ള നമ്മുടെ അഖണ്ഡതയ്ക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അവർ കൈയടക്കാൻ പോകുന്നത് പഞ്ചാബ് ആയിരിക്കും. പഞ്ചാബ് പിടിച്ചതിന് ശേഷം
ഇത് കേരളമാണ് എന്ന് ഓർക്കണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾ അവിടെ കേരളമാണ് എന്ന് ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. കാരണം BJPക്ക് ഇപ്പോൾ കേരളം വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം അവിടെ നിന്നൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, കേരളമാണ് ഇത് കേരളമാണ് എന്ന് ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ കണ്ണ് തുറന്ന് കാണുക എന്താണ് സംഭവിക്കുന്നത്. ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ കുറച്ച് ആളുകൾക്ക് തെറ്റുപറ്റി പോകാം, പക്ഷെ ഇന്ത്യ മുഴുവൻ ഒന്നടങ്കം ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ അതിലെന്തോ കാരണമില്ല. എത്രമാത്രം നിങ്ങൾക്ക് പറയാൻ സാധിക്കും വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത്? നിങ്ങളൊന്ന് പുറത്ത് പോയി സഞ്ചരിക്കുക. അത് എന്താ, ഞാനിവിടെ BJP അംഗീകരിക്കാൻ പറഞ്ഞിരിക്കുന്നതല്ല. അതായത് 400 കിട്ടിയില്ല എന്നുള്ള ആ ഒരു പോയിന്റുമ പിടിച്ചുകൊണ്ടാണ് ഇവർ ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നത്. കാരണം അത്രയധികം അവർ ആ പോയിന്റ് അവർക്ക് ഹേർട്ട് ചെയ്തു പോയി. അതാണ് അങ്ങനെയായിരിക്കും രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഇന്ന് ഓരോ ഉത്തരവിൻ്റെയും കാരണം ഇന്ത്യ സുരക്ഷിതമാണ് എന്നുള്ള തോന്നൽ വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബംഗാളിൻ്റെ പിടിച്ചടക്കലാണ്. ഇവിടെ നമുക്ക് മലയാളികൾക്ക് പിന്നെ ഉണ്ടല്ലോ കേരളമാണ് എന്ന് ഡയലോഗ് വീശുന്ന മുഖ്യനെ കൊണ്ടൊരു കാലഘട്ടമാണ്. അപ്പോൾ അതും പ്രതീക്ഷിച്ചിരുന്നു. അത്രയേ ഉള്ളൂ പറയാം.